ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ്. ഈ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ലീസ്റ്റ് റീസൺലി യൂസ്ഡ് അൽഗോരിതത്തിന്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് നമ്മൾ ലീസ്റ്റ് റീസൺലി യൂസ്ഡിൽ ബാക്ക്വേർഡ് മൂവ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കേസിൽ കുറച്ച് ഫോർവേഡ് വേയിലുള്ള മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഫ്യൂച്ചറിൽ ഏറ്റവും കുറവ് യൂസ് വരാൻ സാധ്യതയുള്ള പേജസിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. നമുക്കത് ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്. ഇവിടെ 3 ഫ്രെയിംസ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റില് നമ്മൾ വരുന്ന പേജ് എന്ന് പറയുന്നത് സെക്കൻഡ് പേജിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ സെക്കൻഡ് പേജിന് റിക്വസ്റ്റ് വരുമ്പോൾ ഇനീഷ്യലി ആ മെമ്മറി എന്ന് പറയുന്നത് എംപ്റ്റി ആയിട്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു പേജ് ഫോൾട്ട് ആണ് ഒക്കർ ചെയ്യുന്നത്. 2 എന്നുള്ള പേജ് അതിനകത്ത് ഇല്ല, അതുകൊണ്ട് പേജ് മിസ് ആണ് സംഭവിച്ചത്. എന്നിട്ട് 2 എന്നുള്ള പേജിന് അവിടെ അലോക്കേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വണ് 3 എന്നുള്ള പേജാണ് വരുന്നത്. 3 എന്നുള്ള പേജിന്റെ റിക്വസ്റ്റ് വരുന്ന സമയത്തും ആ പേജ് അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പേജ് മിസ്സാണ് വന്നത്. അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിക്കകത്തേക്ക് അതിനെ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വണ് 4th പേജിന്റെ റിക്വസ്റ്റ് ആണ് വരുന്നത്. അങ്ങനത്തെ കേസിലും ഇവിടെ ഈ ഒരു 4th പേജ് അവൈലബിൾ അല്ല, മെമ്മറിക്കകത്ത് ഓൾറെഡി ഇല്ലാത്തത് കാരണം വീണ്ടും പേജ് മിസ്സാണ് വന്നത്. അവൈലബിൾ ആയിട്ട് ഫ്രീ സ്പേസ് ഉള്ളത് കാരണം അവിടെ അലോക്കേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വണ് വരുന്നത് 2 എന്നുള്ള പേജാണ്. 2 എന്നുള്ള പേജ് വരുമ്പോൾ മെമ്മറി ഓൾറെഡി ഫുൾ ആയി കിടക്കുകയാണ്, 3 ഫ്രെയിംസ് ഫിൽഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് നോക്കുമ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ് ആ ഒരു പേജ് 2 എന്നുള്ളത് മെമ്മറിക്കകത്തുണ്ട്. ദാറ്റ് മീൻസ് അവിടെ പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. സോ അതിനെ നമുക്ക് അതേപോലെ അങ്ങ് അപ്ഡേറ്റ് ചെയ്താൽ മതി. കോപ്പി ചെയ്തു. ദെൻ നെക്സ്റ്റ് 1 എന്നുള്ള പേജാണ് വരുന്നത്. 1 എന്നുള്ള പേജ് വരുന്ന സമയത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ 1 എന്നുള്ള പേജ് മെമ്മറിയിൽ ഇല്ല. ദാറ്റ് മീൻസ് അവിടെ പേജ് ഫോൾട്ട് സംഭവിച്ചു. ഇനി നമുക്ക് ഇവിടെ റീപ്ലേസ്മെന്റ് നടത്തണം, കാരണം ഇവിടെ ഓൾറെഡി ഫില്ലാണ്. അപ്പൊ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ ഏത് പേജ് ആണോ നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്? 1 എന്നുള്ള പേജിനെയാണോ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അപ്പൊ ഈ 1 എന്നുള്ള പേജ് ഓൺവേർഡ്സ് ഫോർവേഡിലേക്കുള്ള മൂവ്മെന്റ്സ് ആണ് നടത്താൻ പോകുന്നത്. ഇതിൽ നിന്ന് ഏത് പേജാണ് ഏറ്റവും വളരെ കുറവ് യൂസ് വരുന്നത് അതിനെയാണ് പിടിച്ച് മാറ്റാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 3 എന്നുള്ള പേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ യൂസ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വണ് വരുന്നത് 7 ഉണ്ട്, ദെൻ 5 ഉണ്ട്, 4 ഉണ്ട്, ഇതും യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് യൂസ് ഫ്യൂച്ചറിൽ വരാൻ സാധ്യത ഉള്ളത് ഏതാണ്? 2 എന്നുള്ള പേജാണ്. സോ 2 എന്നുള്ള പേജിനെ അവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 1 എന്നുള്ള പേജിനെ പ്ലേസ് ചെയ്തു. ദെൻ 3ഉം 4ഉം അതുപോലെ എഴുതി. ദെൻ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മൾ 3 എന്നുള്ള പേജാണ് വരുന്നത്. 3 എന്നുള്ള പേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. സോ ദാറ്റ് മീൻസ് അവിടെ ഒരു പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. അതിലുള്ള എല്ലാ പേജസിനും അതുപോലെ അങ്ങ് കോപ്പി ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് 7th പേജ്. 7th പേജ് എന്ന് പറയുമ്പോൾ 7 പേജിനുള്ള റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ മെമ്മറി നോക്കുമ്പോൾ ആ 7 പേജ് അവിടെ ഇല്ല. ദാറ്റ് മീൻസ് അവിടെ പേജ് മിസ്സാണ് സംഭവിച്ചത്. നമുക്ക് അവിടെ റീപ്ലേസ്മെന്റ് ആവശ്യമായിട്ട് വരും. ഇങ്ങനത്തെ കേസിൽ ഇനി ഇവിടുന്ന് 7 ഓൺവേർഡ്സ് ഇവിടുന്ന് ഫോർവേഡ് മൂവ്മെന്റ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 7 ഓൺവേർഡ്സ് നോക്കുമ്പോൾ 5 ഉണ്ട്, ദെൻ 4 ഉണ്ട്, 4 ഇവിടെ വന്നിട്ടുണ്ട്, ദെൻ 3 വന്നിട്ടുണ്ട്, 3യും വന്നിട്ടുണ്ട്. അപ്പൊ 1 എന്നുള്ള പേജ് ഇവിടെ വന്നിട്ടില്ല. ദാറ്റ് മീൻ ഏറ്റവും കുറവ് യൂസ് ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത് ഏതിനാണ്? 1 എന്നുള്ളതിനാണ്. അതുകൊണ്ട് 1 എന്നുള്ളതിനെ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് പകരം നമ്മൾ അവിടെ 7നെ പ്ലേസ് ചെയ്യും. ബാക്കി 3ഉം 4ഉം അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. നെക്സ്റ്റ് 5 എന്നുള്ള പേജ്. 5 നോക്കുമ്പോഴും ഇവിടെ മെമ്മറിക്കകത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ പേജ് ഫോൾട്ട് വന്നു. 5നെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്ലേസ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഏതാണ് വന്നിട്ടുള്ളത്? 4ഉം 3യും ഇവിടെ യൂസ് വരുന്നുണ്ട്. സോ 4 ആദ്യം വരുന്നുണ്ട്, പിന്നെ 3 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 7 എന്നുള്ള പേജിനെ നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. 7നെ മാറ്റിയിട്ട് അവിടെ 5 വരുന്നു, ബാക്കി 3യും 4ഉം അതേപോലെ വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് 4 എന്നുള്ള പേജാണ്. 4 എന്നുള്ള പേജ് ഓൾറെഡി മെമ്മറിക്കകത്തുണ്ട്. ദാറ്റ് മീൻസ് പേജ് ഹിറ്റ് ആണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അത് അതുപോലെ അങ്ങ് കോപ്പി ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് 3 എന്നുള്ള പേജാണ് വരുന്നത്. 3 എന്നുള്ള പേജ് വരുന്ന സമയത്തും ഇവിടെ മെമ്മറിക്കകത്തുണ്ട്. ദാറ്റ് മീൻസ് എഗെയിൻ അവിടെ പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. ബാക്കി ആ പേജസ് എല്ലാം അതുപോലെ തന്നെ അങ്ങ് അപ്ഡേറ്റ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് എത്ര പേജ് ഫോൾട്ട് ഉണ്ടായി, എത്ര പേജ് ഹിറ്റ് ഉണ്ടായി നോക്കാം. പേജ് ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 1 2 3 4 5 6 പേജ് ഫോൾട്ട് ഉണ്ടായി. പേജ് ഹിറ്റ് എത്രയും നോക്കാം. ബാക്കി 4 ആയിരിക്കും വരും. 1 2 3 4. ഇതിന്റെ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോൾട്ട് എത്ര ഉണ്ടായി ഡിവൈഡിങ് ബൈ എത്ര ഫ്രെയിം റെഫറൻസ് വന്നു എന്നുള്ളതാണ്. ടോട്ടൽ റെഫറൻസ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ പേജ് മിസ് റേഷ്യോ എന്ന് പറയുന്നത്. മിസ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഹിറ്റ്സ് ഡിവൈഡിങ് ബൈ ദി
ടോട്ടൽ നമ്പർ ഓഫ് റെഫറൻസ് സ്ട്രിംഗ്, ദാറ്റ് മീൻസ് 10. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹിറ്റ് റേഷ്യോ, ഇതാണ് ഇവിടുത്തെ മിസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വേയിലാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ രീതിയിലുള്ള പേജ് ഫോൾട്ട് ആണ് ഈ ഒരു അൽഗോരിതം വെച്ചുകൊണ്ട് ചെയ്താൽ കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ ഏത് പേജസ് വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്. പിന്നീട് നമ്മൾ ലീസ്റ്റ് റീസെന്റ് യൂസ്ഡും അതേപോലെ തന്നെ ഫിഫോ അൽഗോരിതം എടുക്കുന്ന സമയത്ത് ഫിഫോ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും സിമ്പിൾ സിസ്റ്റത്തിൽ. പക്ഷേ ഈ രണ്ട് ലീസ്റ്റ് റീസെന്റ് അതുപോലെ തന്നെ ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റും ഇതിന് രണ്ട് കേസിലും എടുക്കുകയാണെങ്കിൽ ബാക്ക്വേർഡും ഫോർവേഡും സെർച്ചിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനോട് എക്സ്ട്രാ ടൈം അതിന് വേണ്ടിയിട്ട് അവിടെ പോവുകയും ചെയ്യും. ടൈം എടുത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന രണ്ട് അൽഗോരിതംസ് കൂടിയാണ് ഈ രണ്ടെണ്ണം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അൽഗോരിതംസിനെ കുറിച്ചിട്ട്, അതായത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം സ്പെഷ്യലി ഈ ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.